ഹലോ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ മെറി ക്രിസ്മസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ഡേ വ്ളോഗായിട്ടാണ്. സോ ഈ കാണുന്ന ഷോട്ട് ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത ഒരു ഷോട്ടല്ല. ബിക്കോസ് നമുക്കറിയാമല്ലോ, പ്ലം കേക്ക്സ് ഈ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഒരുപാട് പ്ലം കേക്ക്സ് നമുക്ക് കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു പ്ലം കേക്കിൻ്റെ ഷോട്ടാണ് ഞാൻ ഇതിൽ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു സാധാരണ ദിവസം പോലെയായിരുന്നു. എന്താണെന്നറിയില്ല, ഞങ്ങൾ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ചെയ്തായിരുന്നു പുറത്ത് പോകാനും ഒക്കെ. ബട്ട് ഒന്നും അന്നത്തെ ദിവസം നടന്നില്ല. പിന്നീട് ഒരു ദിവസം എന്താണെങ്കിലും പുറത്ത് പോകും, എങ്കിലും ആ ഒരു ദിവസം പോകാൻ സാധിച്ചില്ല. ആക്ച്വലി ഞങ്ങൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും പുറത്ത് പോകാമെന്നൊരു പ്ലാനിലായിരുന്നു. ബട്ട് അതുകൊണ്ടാണ് രാവിലെ നിങ്ങൾ കാണുമ്പോൾ ഒരു സ്റ്റഡി വ്ളോഗ് പോലെയൊക്കെ തോന്നും. ആൻഡ് രാവിലെ ഞാൻ കുറച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് പിന്നെ കഴിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും പഠിച്ചു, അത് കഴിഞ്ഞിട്ട് റെഡിയായി പോകാമെന്നായിരുന്നു. ബട്ട് നടന്നില്ല. നമ്മൾ ഓൾറെഡി ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വേണ്ടി ഇല്ലായിരുന്നു. സോ എൻ്റെ ഒരു നോർമൽ ഡേ പോലെ ആയിപ്പോയി ഈ ഒരു ക്രിസ്മസ് ഡേ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത ഒരു പ്ലം കേക്കിൻ്റെ ഷോട്ടാണ് നിങ്ങളീ കണ്ടത്. ഇനി നമുക്ക് നമ്മളുടെ ക്രിസ്മസ് ഡേയിലേക്ക് പോവാം. അങ്ങനെ ക്രിസ്മസ് ഡേയിൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ഡേ ആണ്. സോ അതിൻ്റെ കുറച്ച് ക്യാപ്ചേഴ്സാണ് നിങ്ങൾ കണ്ടത്. നല്ല സണ്ണി ഡേ ആയിരുന്നു, രാവിലെ മുതലേ നല്ല സണ്ണി ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് ഞാൻ ഈ ഷോട്ട് എടുക്കാൻ തുടങ്ങിയത്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ന്യൂസ് പേപ്പർ റീഡിങ് ശീലം ഞാൻ നേരത്തെ ഉള്ള വ്ളോഗിൽ പറഞ്ഞിരുന്നു. സോ ഞാൻ ആ ന്യൂസ് പേപ്പർ റീഡിങ്ങിൽ കുറച്ച് ബ്രേക്ക് എടുത്ത ഭാഗം ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗ്സിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ഞാൻ വളരെ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വന്നതിൻ്റെ ആ ഒരു കാരണമായിരിക്കാം ഞാൻ ഇത്ര ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതും ഡെക്കറേറ്റ് ചെയ്തതും. അതുപോലെ തന്നെ എനിക്ക് കുറേ കൂടെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അതൊന്നും ഇപ്രാവശ്യം നടന്നില്ല. ആൻഡ് ന്യൂ ഇയറും അതുപോലെ തന്നെയാണ്. ഞാൻ കുറച്ച് വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയും റെസൊല്യൂഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ആൻഡ് അത് കാരണം എല്ലാം ഒരു ലാഗ് അടിച്ചിരിക്കുവാണ്. അങ്ങനെ കുറച്ച് എഴുതി ടയറിങ് ആയപ്പോൾ ഞാൻ പോയി പോമഗ്രാനൈറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് വീണ്ടും റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാൻ എഴുതുന്നുണ്ടെങ്കിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. സോ എനിക്ക് ഇനിയും ഫിനിഷ് ചെയ്യാനുണ്ട്. എങ്കിലും ഞാൻ ഇതിലൊരു ഹാഫ് പാർട്ട് പോലും ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. ആൻഡ് കുറേ കൂടി ഇനി ന്യൂസ് പേപ്പേഴ്സ്, ആക്ച്വലി ഞാൻ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം എല്ലാ ഡേയിലും വായിക്കുന്നതാണ്. ആൻഡ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിലാണ് ഞാൻ കുറച്ച് ലേറ്റായി പോയത്. സോ അത് എന്താണെങ്കിലും കുറച്ചുകൂടി കാണും എഴുതാൻ വേണ്ടി. അങ്ങനെ ലഞ്ച് ടൈമായി. ഒബ്വിയസ്ലി നമ്മൾ ക്രിസ്മസ് ഡേയിൽ ചിക്കൻ ബിരിയാണി ആയിരിക്കും എല്ലാ വീട്ടിലും. സോ എൻ്റെ വീട്ടിലും ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു. നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കണം. നല്ല ചൂട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതെടുത്ത് കാണിക്കാൻ വേണ്ടി ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിരുന്നു. നല്ല ചൂടല്ലേ, കൈയൊക്കെ പൊള്ളും. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ ആ ചൂട് ബിരിയാണി ഒന്ന് എടുത്ത് കാണിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. നിങ്ങളെ കാണിക്കണമല്ലോ, അത് കൊതിപ്പിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കണ്ടോ ചൂടുണ്ടായിട്ടും എടുത്ത് കാണിക്കാൻ വേണ്ടി പോവാണ്.
അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല ക്ഷീണമുണ്ട്, ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണമേ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും റെസ്റ്റ് എടുത്ത ശേഷം ഞാൻ എഴുതാനിരുന്നിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ആൻഡ് ഇന്നത്തെ ദിവസത്തെ ന്യൂസ് പേപ്പർ വായിച്ചതേ ഉള്ളൂ, അതുപോലെ എഴുതി വെച്ചിട്ടില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വെറുതെ ഇരിക്കുവാണെങ്കിലും എനിക്കൊരു തോന്നലാണ്, ഞാൻ എന്തോ ഭയങ്കര പണിയാണ് ബട്ട് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് മടിയാന്ന് തോന്നുന്നു, മടി പിടിച്ചിരുന്നതാന്ന് തോന്നുന്നു. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഈ മടി പോകണം എന്നൊക്കെ എഴുതി വെക്കും. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതി വെച്ചു മടി മാറ്റി വെക്കണം എന്നൊക്കെ. പക്ഷേ അതൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇപ്രാവശ്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് ഇപ്രാവശ്യം ഈ ഒരു വർഷം എനിക്ക് ഫുൾ മടിയായിരുന്നു. ഞാൻ വെറുതെ ഇരുന്ന് സമയം കളയുന്ന പോലെ എനിക്ക് ഫുൾ തോന്നി. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആവണം എന്ന് വിചാരിച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഈ ന്യൂസ് പേപ്പർ റീഡിങ്ങും ഞാൻ കഴിഞ്ഞ ദിവസം ഡ്രോയിങ്ങൊക്കെ കാണിച്ചില്ലേ, അപ്പോൾ ഡൂഡിലിൽ എല്ലാം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തെങ്കിലും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമല്ലോ. അടുത്ത വർഷമാണെങ്കിൽ പോലും, ഇനി 2025 ആണെങ്കിലും ഞാനിങ്ങനെ ലേസി ആയിട്ട് ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം, എനിക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവണം എന്നൊരു ബോധം വെച്ചത് കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എഴുതുന്നുണ്ടെങ്കിലും ഞാൻ സോണ്ട് ഔട്ടായി വേറെന്തൊക്കെയോ ചിന്തിച്ച് എന്തൊക്കെയോ എഴുതി വെച്ചു ഇടയ്ക്ക്. സോ അത് കട്ട് ചെയ്യേണ്ടി വന്നു. അതാണ് നിങ്ങൾ ഇടയ്ക്ക് കാണുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കംപ്ലീറ്റ്ലി ഇതിൽ ഫോക്കസ് ചെയ്ത് ഞാൻ ആ സമയം എഴുതിയില്ല. എനിക്ക് തോന്നുന്നു ബിരിയാണിയുടെ ആ ഒരു ക്ഷീണമായിരിക്കാം ഇതൊന്നും കറക്റ്റായിട്ട് ഞാൻ എഴുതി വെക്കാഞ്ഞത്. എങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ റൈറ്റിംഗ് പരിപാടി ഞാൻ എൻഡ് ചെയ്യുവാണ്. ആൻഡ് അടുത്തൊരു പരിപാടിയുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി ബിരിയാണി കഴിക്കൽ ആൻഡ് പ്ലം കേക്ക് കഴിക്കൽ. ഈ 2 പരിപാടിയും മസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇനിയൊരു പ്ലം കേക്കും കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇതിപ്പോൾ എത്രാമത്തെ പ്ലം കേക്കാണെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. എങ്കിലും ക്രിസ്മസ് ടൈമല്ലേ, ഈ ടൈമിലല്ലേ നമ്മൾ കൂടുതൽ പ്ലം കേക്ക്സ് ഒക്കെ കഴിക്കണ്ടേ. അതുകൊണ്ട് ഞാനത് ആർഭാടമായിട്ട് കഴിച്ചിട്ടുമുണ്ട്. അങ്ങനെ പ്ലം കേക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി നമ്മൾ കഴിച്ചു. സോ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് അത് നടന്നില്ല. ആ വിഷ്വൽസും കൂടെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് അത് സാധിച്ചില്ല. ആൻഡ് ഈ പ്രാവശ്യത്തെ എൻ്റെ ഈ ക്രിസ്മസ് ഇങ്ങനെയായിരുന്നു. എല്ലാം ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ബട്ട് നല്ല ഭംഗിയായിട്ട് എൻഡ് ചെയ്തു. ആൻഡ് ഇനി ന്യൂ ഇയർ ആണ്. ന്യൂ ഇയറിനെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.